സംസ്ഥാനത്ത് പ്ലസ് വണ്ണിന് ഇതുവരെ പ്രവേശനം ലഭിച്ചത് 3,48,906 കുട്ടികൾക്ക് 2,68,584 പേർ മെറിറ്റിൽ പ്രവേശനം നേടി. സ്പോർട്സ് ക്വാട്ടയിൽ 4,834 പേർക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവേശനം 1,110 പേർക്കും ലഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20,991 പേർക്കാണ് കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ പ്രവേശനം ലഭിച്ചത്. 34,897 പേർ മാനേജ്മെന്റ് ക്വാട്ടയിലും പ്രവേശനം നേടി. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നേടിയത് 18,490 കുട്ടികളാണ്. അലോട്ട്മെന്റ് നൽകിയിട്ടും 82,896 പേർ പ്രവേശനം നേടിയിട്ടില്ല. മെറിറ്റ് 58,061, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ 418, അൺഎയ്ഡഡ് 35,155 എന്നിങ്ങനെയാണ് ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം. ആകെ ഒഴിവുകൾ 93,634 ആണ്. അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാലും 58,479 സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. സംസ്ഥാനത്താകെ പ്രവേശനം നേടാനുള്ള അപേക്ഷകരുടെ എണ്ണം 47,654 മാത്രമാണ്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ മെറിറ്റിൽ 49,636 പേർക്ക് പ്രവേശനം ലഭിച്ചു. സ്പോർട്സ് ക്വാട്ട 1,040, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ 38, കമ്മ്യൂണിറ്റി ക്വാട്ട 3,479, മാനേജ്മെന്റ് 4,628, അൺഎയ്ഡിൽ ചേർന്നവർ 3,298 എന്നിങ്ങനെയാണ് പ്രവേശന കണക്ക്. ജില്ലയിൽ ആകെ 62,119 സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നടന്നു. 12,358 പേർ അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല. മലപ്പുറത്ത് മെറിറ്റിൽ 8,742, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ 12, അൺഎയ്ഡഡ് 8,003 എന്നിങ്ങനെയാണ് നിലവിലെ ഒഴിവുകൾ. ആകെ ഒഴിവുകൾ 16,757 ആണ്. മലപ്പുറത്ത് പ്രവേശനം നേടാനുള്ള അപേക്ഷകരുടെ എണ്ണം 11,438 ആണെന്നും മന്ത്രി പറഞ്ഞു. പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ജൂലൈ 4-ന് പ്രസിദ്ധീകരിക്കും. ഒന്നാം സപ്ലിമെന്ററി പ്രവേശനം ജൂലൈ 4 മുതൽ 8 വരെയാണ്. രണ്ടാം സപ്ലിമെന്ററി അപേക്ഷകൾ ജൂലൈ 9 മുതൽ 11 വരെ സ്വീകരിക്കും. രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഫലം ജൂലൈ 16-ന് പ്രസിദ്ധീകരിക്കും. ട്രാൻസ്ഫറിനുള്ള അപേക്ഷാ സമർപ്പണം ജൂലൈ 19 മുതൽ 21 വരെയാണ്. അലോട്ട്മെന്റിന് ശേഷം ഒഴിവുകൾ പ്രസിദ്ധപ്പെടുത്തി സ്പോട്ട് അഡ്മിഷനുള്ള അവസരവും നൽകും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 20,585 പേർ ഒന്നാംഘട്ട അലോട്ട്മെന്റ് സ്ഥിരപ്രവേശനം നേടി. 7,116 കുട്ടികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നൽകി. മെറിറ്റ് ഒഴിവുകൾ 2,959 ആണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.